ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSST ഹിസ്റ്ററിക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. അതായത് മിഡീവൽ ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, അത് ഏതൊക്കെ ഇയറിലാണ്, ആരൊക്കെ തമ്മിലായിരുന്നു ആ യുദ്ധങ്ങൾ നടന്നത്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം 35 യുദ്ധങ്ങളോളം ഉണ്ട്. അപ്പോൾ അത് ഓരോന്നുമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി പോവാം. ആദ്യത്തെ വരുന്നത് ബാറ്റിൽ ഓഫ് റേവാർ ആണ്. ബാറ്റിൽ ഓഫ് റേവാർ, അതിന്റെ വർഷം 712 AD 712 ബാറ്റിൽ ഓഫ് റേവാർ നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു ആ യുദ്ധം? മുഹമ്മദ് ബിൻ ഖാസിമും അതുപോലെ സിന്ധിലെ ഭരണാധികാരിയായിരുന്ന ദാഹിറും തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് റേവാർ. ബാറ്റിൽ ഓഫ് റേവാറിന്റെ വർഷം 712. മുഹമ്മദ് ബിൻ ഖാസിമും സിന്ധ് ഭരണാധികാരിയായിരുന്ന ദാഹിറും തമ്മിലായിരുന്നു റേവാർ യുദ്ധം നടന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് പെഷവാർ. ബാറ്റിൽ ഓഫ് പെഷവാർ നടന്ന വർഷം 1001 AD 1001 ബാറ്റിൽ ഓഫ് പെഷവാർ നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് പെഷവാർ? മഹ്മൂദ് ഓഫ് ഗസ്നിയും അതുപോലെ ഹിന്ദു ഷാഹി റൂളറായിരുന്ന ജയപാലയും തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് പെഷവാർ നടന്നത്. ബാറ്റിൽ ഓഫ് പെഷവാർ മഹമ്മൂദ് ഗസ്നിയും ഹിന്ദു ഷാഹി റൂളറായിരുന്ന ജയപാലയും തമ്മിലാണ് നടന്നത്. വർഷം 1001. അടുത്തത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ നടക്കുന്നത് 1191. ആരൊക്കെ തമ്മിലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ നടക്കുന്നത്? മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ യുദ്ധം നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ നടക്കുന്നത് മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലാണ് 1191. ഇനി സെക്കൻഡ് ബാറ്റിൽ ഓഫ് തെറൈൻ ഈ രണ്ടുപേരും തമ്മിൽ തന്നെ നടക്കുന്നുണ്ട്. അതായത് മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തെറൈൻ നടക്കുന്നുണ്ട്. അതിന്റെ വർഷം നെക്സ്റ്റ് ഇയർ, അതായത് 1192 സെക്കൻഡ് ബാറ്റിൽ ഓഫ് തെറൈൻ നടക്കുന്നത്. അപ്പോൾ രണ്ട് തെറൈൻ യുദ്ധങ്ങൾ രണ്ടും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 1191 ഒന്നാം തെറൈൻ യുദ്ധം മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും, അവർ രണ്ടുപേരും തമ്മിൽ തന്നെ 1192 സെക്കൻഡ് ബാറ്റിൽ ഓഫ് തെറൈൻ അഥവാ രണ്ടാം തെറൈൻ യുദ്ധം നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് ചാന്താവാർ. ബാറ്റിൽ ഓഫ് ചാന്താവാർ നടക്കുന്നത് 1194. ആരൊക്കെ തമ്മിലാണ്? മുഹമ്മദ് ഗോറിയും ജയചന്ദ്രയും ചേർന്നാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് ചാന്തവാർ നടക്കുന്നത്. അപ്പോൾ മുഹമ്മദ് ഗോറിയും ജയചന്ദ്രയും ആണ് ബാറ്റിൽ ഓഫ് ചാന്തവാറിൽ പങ്കെടുക്കുന്നത്. 1194. അടുത്തത് ബാറ്റിൽ ഓഫ് നാദിയ ആണ്. ബാറ്റിൽ ഓഫ് നാദിയ. ബാറ്റിൽ ഓഫ് നാദിയ നടക്കുന്ന 1204. ആരൊക്കെ തമ്മിലായിരുന്നു ആ യുദ്ധം? ബക്തിയാർ ഖൽജിയും ലക്ഷ്മൺ സേനയും തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് നാദിയ നടന്നത്. ബാറ്റിൽ ഓഫ് നാദിയ നടന്നത് ബക്തിയാർ ഖൽജിയും ലക്ഷ്മൺ സേനയും തമ്മിലായിരുന്നു. അപ്പൊ ഇനി ഈ ഇത്രയും പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു. ആദ്യത്തത് ബാറ്റിൽ ഓഫ് റേവാർ. ബാറ്റിൽ ഓഫ് റേവാർ ആരൊക്കെ തമ്മിലായിരുന്നു? മുഹമ്മദ് ബിൻ ഖാസിമും അതുപോലെ സിന്ധ് റൂളറായിരുന്ന ദാഹിറും തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് റേവാർ. 712 ഈ ഒരു യുദ്ധം നടക്കുന്നത്. അടുത്ത ബാറ്റിൽ ഓഫ് പെഷവാർ നടക്കുന്നത് മഹ്മൂദ് ഓഫ് ഗസ്നിയും ജയപാലയും തമ്മിലാണ്. ജയപാല ആരായിരുന്നു? ഹിന്ദു ഷാഹി റൂളറായിരുന്നു ജയപാല. 1001 ബാറ്റിൽ ഓഫ് പെഷവാർ നടക്കുന്നത്. അടുത്തത് രണ്ട് തെറൈൻ യുദ്ധങ്ങളാണ്. ഒന്നാം തെറൈൻ യുദ്ധം 1191 മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ. രണ്ടാം തെറൈൻ യുദ്ധം 1192 മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ തന്നെയാണ് നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് ചാന്തവാർ ആണ്. 1194 മുഹമ്മദ് ഗോറിയും ജയചന്ദ്രയും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് നാദിയ 1204 ബക്തിയാർ ഖൽജിയും ലക്ഷ്മൺ സേനയും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. ബാറ്റിൽ ഓഫ് നാദിയ. അടുത്തത് നോക്കാം, ബാറ്റിൽ ഓഫ് മൻസൂറ. ബാറ്റിൽ ഓഫ് മൻസൂറ 1228 ഇൽത്തുമിഷും നാസിർ ഉദ്ദീൻ
ഖ്വാബ്ഷയും തമ്മിലാണ് നടക്കുന്നത്. നാസിറുദ്ദീൻ ഖ്വാബ്ഷയും തമ്മിലാണ് നടക്കുന്നത്. അപ്പോൾ ബാറ്റിൽ ഓഫ് മൻസൂറ 1228 ഇൽത്തുമിഷും നസ്രുദ്ദീൻ ഖ്വാബ്ഷയും തമ്മിലാണ് നടക്കുന്നത്. അപ്പോൾ നസ്രുദ്ദീൻ ഖ്വാബ്ഷയും ഇൽത്തുമിഷും തമ്മിൽ 1228 നടന്ന യുദ്ധം ഏതാണ്? ബാറ്റിൽ ഓഫ് മൻസൂറ. ബാറ്റിൽ ഓഫ് മൻസൂറ. ഇൽത്തുമിഷും നസ്രുദ്ദീൻ ഖ്വാബ്ഷയും തമ്മിൽ 1228 നടന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് അംറോഹയാണ്. ബാറ്റിൽ ഓഫ് അംറോഹ 1305 അലാവുദ്ദീൻ ഖൽജിയുടെ ഗവർണറായിരുന്ന മാലിക് നായിക്കും മംഗോൾസും തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് അംറോഹ. ബാറ്റിൽ ഓഫ് അംറോഹ നടന്നത് മംഗോൾസുമായിട്ടുള്ള യുദ്ധമാണ്. ആരാണ് മംഗോൾസുമായിട്ട് യുദ്ധം നടത്തിയത്? അലാവുദ്ദീൻ ഖൽജിയുടെ ഗവർണറായിരുന്ന മാലിക് നായിക്ക് മംഗോൾസുമായിട്ട് നടത്തിയ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് അംറോഹ. 1305 ഈ ഒരു യുദ്ധം നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് ദബദി ആണ്. ബാറ്റിൽ ഓഫ് ദബദി നടക്കുന്ന 1479 ആരൊക്കെ തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് ദബദി നടന്നത്? മഹ്മൂദ് ബേഗർഹയും മഹ്മൂദ് ഗവാനും തമ്മിലാണ് ബാറ്റിൽ ഓഫ് ദബദി നടക്കുന്നത് 1479. അതിനുശേഷം പാനിപ്പത്ത് യുദ്ധമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം അഥവാ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നു. ആരൊക്കെ തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 നടന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ് നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് ഖൻവ. ബാറ്റിൽ ഓഫ് ഖൻവ നടക്കുന്നത് തൊട്ടടുത്ത വർഷം 1527 ആരൊക്കെ തമ്മിലാണ്? ബാബറും റാണ സംഗയും, അതായത് മേവാർ റൂളറായിരുന്ന റാണ സംഗയും ബാബറും തമ്മിലാണ് ബാറ്റിൽ ഓഫ് ഖൻവ നടക്കുന്നത്. അപ്പോൾ തൊട്ടു മുൻപ് പറഞ്ഞ ബാറ്റിൽ ഓഫ് പാനിപ്പത്തും ഇപ്പൊ പറഞ്ഞ ബാറ്റിൽ ഓഫ് ഖൻവയും നടത്തുന്നത് ബാബർ തന്നെയാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ 1526. ഇപ്പൊ പറഞ്ഞ ബാറ്റിൽ ഓഫ് ഖൻവ നടക്കുന്നത് ബാബറും റാണ സംഗയും ചേർന്നിട്ടാണ്. റാണ സംഗ ആരായിരുന്നു? മേവാർ റൂളറായിരുന്നു. ബാറ്റിൽ ഓഫ് ഖൻവയുടെ ഇയർ 1527. ഇനി തൊട്ടടുത്ത വർഷം 1528 അടുത്ത യുദ്ധം ബാബർ നടത്തുന്നുണ്ട്. അതിന്റെ പേര് ബാറ്റിൽ ഓഫ് ചന്ദേരി എന്നാണ്. ബാറ്റിൽ ഓഫ് ചന്ദേരി ആരൊക്കെ തമ്മിലാണ്? ബാബറും മേദിനി റായും, അതായത് മാൽവ റൂളറായിരുന്ന മേദിനി റായും ബാബറും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചന്ദേരി 1528. അപ്പൊ ഈ ഒരു ഓർഡറിൽ ഓർത്ത് വെക്കുക. 1528 ബാറ്റിൽ ഓഫ് ചന്ദേരി ബാബറും മാൽവ റൂളറായിരുന്ന മേദിനി റായും തമ്മിലാണ് നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് ഘാഗ്ര. ബാറ്റിൽ ഓഫ് ഘാഗ്ര നടക്കുന്നത് 1529 തൊട്ടടുത്ത വർഷം. ആരൊക്കെ തമ്മിലാണ്? ബാബർ ഇതിൽ ഇൻവോൾവ് ആണ്. ബാബറും അതുപോലെ മുഹമ്മദ് ലോധി, അതായത് ഇബ്രാഹിം ലോധിയുടെ ബ്രദർ ആയിട്ടുള്ള മുഹമ്മദ് ലോധിയും ബാബറും തമ്മിലുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഘാഗ്ര എന്ന് പറയുന്നത് 1529. ബാറ്റിൽ ഓഫ് ഘാഗ്ര 1529 ബാബറും മുഹമ്മദ് ലോധി, അതായത് ഇബ്രാഹിം ലോധിയുടെ ബ്രദറും തമ്മിലാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. അപ്പൊ ഈ ഒരു 4 ഒറ്റ സ്ട്രെച്ചിൽ നോക്കി വെക്കണം. ഏതൊക്കെ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1526 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മില്. ബാറ്റിൽ ഓഫ് ഖൻവ 1527 ബാബറും മേവാർ റൂളറായിരുന്ന റാണ സംഗയും തമ്മില്. ബാറ്റിൽ ഓഫ് ചന്ദേരി 1528 ബാബറും മേദിനി റായും, അതായത് മാൽവ റൂളറായിരുന്ന മേദിനി റായും തമ്മിൽ നടക്കുന്നു. ബാറ്റിൽ ഓഫ് ഘാഗ്ര 1529 ബാബറും മുഹമ്മദ് ലോധിയും തമ്മിൽ. ആരാണ് മുഹമ്മദ് ലോധി? ഇബ്രാഹിം ലോധിയുടെ ബ്രദറാണ്. അടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചൗസ. ഇയർ വരുന്നത് 1539 1539 ഹുമയൂണും ഷേർഷാ സൂറിയും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചൗസ. ബാറ്റിൽ ഓഫ് ചൗസ 1539 ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അടുത്തത് ബാറ്റിൽ ഓഫ് കനൗജ്. ബാറ്റിൽ ഓഫ് കനൗജ് 1540 ആരൊക്കെ തമ്മിലാണ്? ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിൽ തന്നെയാണ്. അപ്പോൾ 39 ഹുമയൂണും 1539 ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിൽ നടന്ന യുദ്ധം ബാറ്റിൽ ഓഫ് ചൗസ. 1540
ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിൽ നടന്ന യുദ്ധം ബാറ്റിൽ ഓഫ് കനൗജ്. ഇനി ബാറ്റിൽ ഓഫ് സർഹിന്ദ് ഉണ്ട്. ബാറ്റിൽ ഓഫ് സർഹിന്ദ് നടക്കുന്നത് 1555-ലാണ്. അത് ഹുമയൂൺ തന്നെയാണ് നടത്തുന്നത്. ഹുമയൂണും സിക്കന്ദർ ഷാ സൂരി, അതായത് സിക്കിന്ദർ ഷാ സൂരിയും ഹുമയൂണും തമ്മിൽ നടത്തുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് സർഹിന്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹുമയൂണിന്റെ 3 യുദ്ധങ്ങൾ കണ്ടു. ഏതൊക്കെയാണ്? ബാറ്റിൽ ഓഫ് ചൗസ 1539 ഹുമയൂണും ഷേർഷാ സൂരിയും, 1540 ഹുമയൂണും ഷേർഷാ സൂരിയും തമ്മിൽ നടക്കുന്ന യുദ്ധം ബാറ്റിൽ ഓഫ് കനൗജ്, 1555 ഹുമയൂണും സിക്കന്ദർ ഷാ സൂരിയും തമ്മിൽ നടക്കുന്ന യുദ്ധം ബാറ്റിൽ ഓഫ് സർഹിന്ദ്. അടുത്തത് ബാറ്റിൽ ഓഫ് തുഗ്ലക്കാബാദ് ആണ്. ബാറ്റിൽ ഓഫ് തുഗ്ലക്കാബാദ് 1556-ലാണ്. അക്ബറും ഹെമുവും തമ്മിലാണ് നടക്കുന്നത്. ബാറ്റിൽ ഓഫ് തുഗ്ലക്കാബാദ് നടക്കുന്നത് അക്ബറും ഹെമുവും തമ്മിൽ 1556. ഈ സെയിം ഇയറിൽ തന്നെയാണ് അക്ബറും ഹെമുവും തമ്മിൽ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, അതായത് 2ാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. അപ്പൊ 2ാം പാനിപ്പത്ത് യുദ്ധം 1556 അക്ബറും ഹെമുവും തമ്മിലാണ് നടക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് 1ാം പാനിപ്പത്ത് യുദ്ധം കണ്ടല്ലോ. അതെന്നായിരുന്നു? 1526 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു 1ാം പാനിപ്പത്ത് യുദ്ധം നടന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് 2ാം പാനിപ്പത്ത് യുദ്ധം 1556 അക്ബറും ഹെമുവും തമ്മിലാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ ഫുൾ ബാറ്റിൽസ് ഓഫ് മെഡീവൽ ഇന്ത്യ പൂർണ്ണമാവുള്ളൂ. അപ്പം നിങ്ങൾ അടുത്ത പാർട്ടും കൂടി റെഫർ ചെയ്യുക. HSSC ഹിസ്റ്ററി എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന് മാത്രമല്ല മറ്റെല്ലാ PSC എക്സാമിനും നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരമായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.